ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ് ബസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കിട്ടിലന്നായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഈ റെസിപ്പി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഗോതമ്പ് ദോശയൊക്കെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ, പക്ഷേ ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റ്, അതിൻ്റെ കൂടെ കറികളൊന്നും വേണമെന്നില്ല. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ ദോശ എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും അതോടൊപ്പം തന്നെ ഒരു മുട്ടയും അതിന് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി മുട്ട ഇഷ്ടമല്ല എന്നുള്ള ആൾക്കാർക്ക് മുട്ട ചേർക്കണ്ട കേട്ടോ. പക്ഷേ മുട്ട ചേർത്താൽ എന്താ ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിക്കാനും നല്ലതാണ്, ഹെൽത്തി വൈസ് ആണ്. ഇന്നും അതുകൊണ്ട് തന്നെ ദോശയൊക്കെ നമുക്ക് പൊട്ടിപ്പോകാണ്ട് കിട്ടുകയും ചെയ്യും. ഇതേപോലത്തെ മൈദയുടെ ഗോതമ്പിനൊക്കെ ദോശ ഇടൂലേ, അപ്പോഴൊക്കെ പൊട്ടിപ്പോകാണ്ട് കിട്ടാനും കൂടിയുള്ള ഒരു ഉപാധിയാണ് കേട്ടോ ഈ മുട്ട ചേർക്കൽ. ഇനി നമുക്ക് വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് കുറേശ്ശെ ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസ് ആവരുത്. ഒരു കപ്പ് വെള്ളം എടുക്കുക, എന്നിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഒന്നിച്ച് ഒറ്റ കപ്പ് വെള്ളം ആദ്യമേ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ആക്കിയെടുക്കാം. ഒരു കപ്പ് വെള്ളം അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പാകത്തിനുള്ള കുറുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ച് വയ്ക്കാം. ഇനി ഒരു ഫ്രൈയിങ് പാന് ചൂടാകുമ്പോഴേ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോഴേ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കടുക് ഒന്ന് പൊട്ടിയിട്ട് വരട്ടെ. കടുക് പൊട്ടിയിട്ട് വരുമ്പോൾ നമുക്കൊരു ചെറിയ സവാളയാണ് കേട്ടോ, വളരെ ചെറിയ സവാളയാണ്. അത് കൊത്തി അരിഞ്ഞതാട്ടോ, അതാണ് അത്ര കൂടുതലായിട്ട് തോന്നിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുക. വലിയ സവാള ആണെങ്കിൽ പാതി എടുത്താൽ മതി കേട്ടോ. കൂടുതൽ സവാളയായാലും നമ്മൾ ദോശ ചുട്ടെടുക്കുമ്പോഴേ എടുത്താൽ കിട്ടൂല. പിന്നെ 2 ടേബിൾ സ്പൂൺ എള്ളാണ് കേട്ടോ ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കണത്. ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ഗ്രേറ്റ് ചെയ്തെടുത്ത ഇഞ്ചിയാണ് കേട്ടോ, അത് 1/2 ടീസ്പൂണാണ്. അതും കൂടി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്നും നമുക്ക് വഴറ്റിയെടുക്കാം. അങ്ങനെ ഒരുപാട് വഴറ്റൊന്നും വേണ്ട, ഉള്ളിയുടെയൊക്കെ പച്ചമണമില്ല അതൊന്ന് പോയി കിട്ടിയാൽ മതി. അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇങ്ങനെ അരിഞ്ഞ കറിവേപ്പിലാണ് കേട്ടോ, ചെറുതാക്കി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കുക. അങ്ങനെ ഒന്നായിട്ട് ഇടരുത് കേട്ടോ, കറിവേപ്പില അരിയാതെ. ഒരു തക്കാളി അരിഞ്ഞെടുത്തതും ചെറിയ തക്കാളി മതി കേട്ടോ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതിയേ. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കത് അടുപ്പ് ഓഫ് ചെയ്തിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണേ. ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സില്ലേ, അത് നന്നായിട്ട് തണുത്തതിന് ശേഷം അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാറ്റർ എങ്ങനെയുണ്ട്, ഭയങ്കര തിക്കാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ദോശത്തവ ചൂടാകുമ്പോൾ നമുക്ക് ചുട്ടെടുക്കാം. ഇനി ദോശത്തവ ചൂടാകുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ഉഴുന്ന് ദോശ പരത്തണ പോലെ പരത്താൻ പറ്റില്ല കേട്ടോ, കാരണം ഇതിൽ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ. അപ്പോൾ അതുപോലെ ഇങ്ങനെ പരത്താൻ പറ്റില്ല, വളരെ ചെറുതാക്കി ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം 4 വശത്തും അതിൻ്റെ മുകളിലേക്ക് ആയിട്ട് ഞാൻ കുറച്ച് ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഇത് വേവണ സമയത്ത് നല്ല മണമായിരിക്കും കേട്ടോ. ഒരിക്കൽ ഒരു റെസിപ്പി നമുക്ക് മനസ്സിലായ പിന്നെ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു വശം നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ട് കൊടുത്ത ഭാഗം പെട്ടെന്ന് തന്നെ വെന്തിട്ടിക്കോളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് മുരിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ തിരിച്ചിട്ടത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചട്നി കൂട്ടി കഴിക്കാനോ ഇറച്ചിക്കറി കൂട്ടി കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററിൽ സവാളയും തക്കാളിയൊക്കെ വാറ്റിയത് മിക്സ് ആക്കി കൊടുത്തില്ലേ, ആ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞ് ചേർക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ, ഇഷ്ടമുള്ളവർ അതും കൂടെ അരിഞ്ഞ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും ബൈ ബൈ.